ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അല്ലാതെ നിന്റെ ഗർഭാധാരത്തിലൂടെ ഒരു മനുഷ്യൻ ജനിക്കും എന്നല്ല പറയുന്നത്, നീ ഗർഭം ധരിക്കും. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമായിക്കോട്ടെ, അത് മത്തായിയിലേക്ക് എടുത്ത് പറയുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഗർഭധാരണം എന്ന വിഷയം സംഭവിക്കുന്നുണ്ട്. അതായത് മറിയത്തിൽ നിന്നാണ് ഈ ശരീരം സ്വീകരിക്കുന്നത്, ഗർഭം ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ള വസ്തുത ഡസ്റ്റിൻ ബ്രദറും അംഗീകരിക്കുന്നതാണ്. മനുഷ്യനായത് എവിടെ നിന്ന് എന്നുള്ളതാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. അത് വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കണേ. റോമ 1:3 ഇതിൽ പൗലോസ് തന്നെ ഭംഗിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് യേശുക്രിസ്തുവിന്റെ ജഡം, എവിടെ നിന്നാണ് യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റി, ദൈവത്വം. അത് ഞാൻ വായിക്കാം. അവൻ ജഡപ്രകാരം ദാവീദിന്റെ